വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു ഇഫ്താറിന് പോകാനുണ്ട്. അപ്പോൾ ഇഫ്താറിന് പോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഫ്രണ്ട് റോസിയുടെ ഫ്ലാറ്റിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ മുതലേ നോമ്പൊക്കെ നോറ്റ് ഒരു ഇഫ്താറിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഈ ഒരു വ്ളോഗിൽ ഉണ്ടാവുക. അപ്പോൾ ഇഫ്താറിന് പോകാൻ വേണ്ടിയിട്ടുള്ള നീണ്ട വെയിറ്റിങ്ങിന് ശേഷം ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഫ്താറിന് പോകാൻ വേണ്ടി റെഡിയായി. നമ്മൾ എവിടെയാണ് പോകുന്നത്? പ്രോസ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കഫേ അല്ലല്ലോ, ഹോട്ടലാണ് പോകുന്നത്. ഓൾറെഡി നമുക്കവിടെ സ്റ്റേഗേഷൻ്റെ പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇഫ്താർ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് എന്തായാലും നോമ്പ് കഴിയാറായി. ഇന്ന് 22ാമത്തെ നോമ്പല്ലേ. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് ഇഫ്താർ, ഞാൻ സ്റ്റുഡൻസിൻ്റെ കൂടെ ഇഫ്താർ ആഘോഷിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ടൊന്ന് ഇഫ്താർ എന്ന് പറയുമ്പോൾ ഇഫ്താർ ആഘോഷിക്കാന്നല്ലേ പറയാ, ആഘോഷിക്കല്ല, നോമ്പ് തുറയാണ്. അപ്പോൾ അതിന് ഓക്കെ, അതിനാണ് പോകുന്നത്. ഓക്കെ, തിരൂരുള്ള പ്രോസ്ലാൻഡ് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ വെച്ചിട്ടാണ് ഇഫ്താർ. കുറച്ച് നേരത്തെ കുറേ ഫോട്ടോഷൂട്ടും കുറേ വീഡിയോയ്ക്കൊക്കെ ശേഷം മുകളിലേക്ക് കയറിയിട്ടുണ്ട്. കുറച്ച് നേരത്തെയാണ് എത്തിയത്. പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ ആംബിയൻസ് ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് തകർക്കുകയാണ്. ഓക്കെ, കുറച്ച് നേരത്തെ അരമണിക്കൂർ മുമ്പേ ഇവിടെ എത്തി കുറേ ഫോട്ടോ എടുത്ത്, പുറത്തുനിന്ന് കുറേ ഫോട്ടോ എടുത്ത്, വീഡിയോ എടുത്ത്, കുറേ ഷോ ഓഫ് കാണിച്ചു. എന്നിട്ടൊരു സമയം ബാക്കി. എന്നിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ അവർക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടു തന്നു. ഇപ്പോൾ അത് നോക്കിയിരിക്കുകയാണ്. സ്റ്റാർട്ടർ എത്തി, ബാങ്ക് കൊടുത്തിട്ടില്ല. 6:39 ബാങ്ക് കൊടുക്കുന്നത്. നമ്മളിവിടെ എത്തിയപ്പോൾ ഇപ്പോൾ 6:15. അപ്പോൾ സമയം ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് കണ്ടപ്പോൾ വിചാരിച്ചു ഇത് ഇങ്ങനെ വെച്ചതാണ്. നല്ല ടോടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എന്തിനാണ് പറയുന്നത്? ഫ്രൂട്ട്സും സ്നാക്സും ഡേറ്റ്സും ഇത്രയാണ് സ്റ്റാർട്ടറിലുള്ളത്. പിന്നെ ജ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ സൂപ്പ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ. ബാങ്ക് കൊടുത്തു, നമ്മൾ കഴിക്കാൻ പോവാണ്. ബിസ്മിൽ. അതായത് ആക്ച്വൽ സൂപ്പ് വന്നു. നേരത്തെ വന്നത് തരിക്കഞ്ഞിയായിരുന്നു. ഞാൻ വിചാരിച്ചു അതാ സൂപ്പ് എന്ന്. ആക്ച്വലി ഇതാണ് സൂപ്പ്. നേരത്തെ തരിക്കഞ്ഞി ഇട്ട് കഴിച്ചു. നമ്മൾ സ്റ്റാർട്ടർ കഴിഞ്ഞപ്പോൾ സാലഡും സൂപ്പും. എന്താ പറ്റി? സത്യം പറയട്ടെ, നമ്മൾ ഈ സ്റ്റാർട്ടർ കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. അപ്പോൾ നോമ്പൊക്കെ എടുത്തിട്ട് ഇപ്പോഴത്തെ ജ്യൂസ് വരെ എൻ്റെ ഇത്ര പോയിട്ടുള്ളൂ. സൂപ്പ് തന്നെ ഇരിക്കുന്നുണ്ട്. സാലഡ് ഫുള്ള് ഞാൻ കഴിച്ച് ഏകദേശം കള കഴിച്ചു. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. ബാക്കി ഫസ്റ്റ് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് സ്നാക്സ്, കുറച്ചൊന്നുമില്ല, 1-2 സ്നാക്സും കഴിച്ചപ്പോഴേക്ക് ഇനി രംഗത്തിന് എനിക്ക് വാല്യമില്ല. ഫ്രൈഡ് റൈസും എന്തൊക്കെയാണ് ചിക്കൻ എന്തൊക്കെ സാധനം വരുന്നുണ്ട്. എനിക്ക് അറിയാതെ ഞാൻ എങ്ങനെയാണ് കഴിക്കുകയാണ്. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി വയറൊക്കെ പൊട്ടും. ഞങ്ങളീ ബാൽക്കണിയിൽ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് വയറൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അടുത്ത് കഴിക്കാനുള്ള പ്ലാനിലാണ്. അയ്യോ, എന്ത് ചെയ്യും? കുറച്ച് ഒരു 4-5 പേരെയും കൂട്ടി വന്നാൽ മതിയായിരുന്നേ. പക്ഷേ ഞാൻ നോമ്പെടുക്കുന്നവരെ സമ്മതിച്ചു കേട്ടോ. കാരണം എന്താ പറയുക, നമ്മൾ ഇത്രയും നേരം ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് ഒരു ജ്യൂസ് കുടിക്കുമ്പോഴേക്ക് വയറ് ഫുൾ, പിന്നെ അപ്പോൾ ടയേർഡാവും നമ്മൾ. അപ്പോൾ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇവിടെ പോയി 2 വട്ടം ഓടിയിട്ട് വരാം. ഞാൻ ഡാൻസ് കളിച്ചു റോസോ. എന്നാൽ നമുക്ക് എന്ത് ചെയ്യും, കുറേ ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഡാൻസ് കളിക്കണം. അപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് എനർജി പോകുമ്പോൾ നമുക്ക് കുറേ ഭക്ഷണം കഴിക്കാൻ പറ്റും. അങ്ങനെയുണ്ട്. അടിപൊളിയല്ലേ? നല്ല ഐഡിയ, നല്ല രസം. പക്ഷേ ഈ ഒരു വ്യൂ കിട്ടോ, ബാൽക്കണിയുടെ മുകളിൽ അവിടെ റോഡിലേക്ക് നമുക്ക് വായ നോക്കാം. നമുക്കിവിടെ ഇങ്ങനെ നല്ല രസമുണ്ട്. നല്ലൊരു ആംബിയൻസ്. നല്ല തണുപ്പല്ലേ? നല്ല തണുപ്പ്. മഴ കോമഡി കേൾക്കണോ? ഈ ഒരു റെസ്റ്റോറൻറ്റിലുണ്ടല്ലോ
ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ നോമ്പ് തുറക്കാൻ ഞങ്ങൾ രണ്ടുപേരും മാത്രം അല്ലേ, കുറച്ച് സ്റ്റാഫും. ഞാൻ വിചാരിച്ചവിടെ ഫുൾ ജനങ്ങളായിരിക്കും എന്നൊക്കെ, ആരുമില്ല. അവിടെ നല്ല രസമായിരുന്നു, ഭയങ്കര ഫ്രീ. നമ്മളുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇഫ്താർ നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മളൊരു വൈബിന് വേണ്ടി രണ്ടുപേരാണെങ്കിലും വന്നതാണ്. രാവിലെ 6 മണിക്ക് ഞാൻ ബസ് കയറും, എന്നിട്ട് ഒരു കാര്യമില്ല, അതാണെങ്കിൽ എൻ്റെ അനിയനോട് കൊണ്ടുവയ്ക്കാൻ പറയും. എന്നിട്ട് ഒരു കാര്യമില്ല, എൻ്റെ റോസിയുടെ ഫ്ലാറ്റിൽ പോകും. അവിടെ ഞങ്ങൾ സംസാരിക്കും, കുറച്ച് ഫോട്ടോ എടുക്കും, കുറച്ച് വീഡിയോ എടുക്കും. അതാണ് ഞങ്ങളുടെ ആനന്ദം. ഇത്ര ഡിപ്രഷനിലാണെങ്കിലും ഞങ്ങൾ വന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെ പ്രശ്നം തീരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇഫ്താറും അല്ലേ, സത്യമായിട്ടാണ്. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക മെമ്മറി കൂടിയാണ് നമ്മുടെ ഒരു. ഇപ്പം ഞാനെൻ്റെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബ് ആണെങ്കിലും ഡിജിറ്റൽ ഡയറി പോലെയാണ് ഞാൻ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ജീവിച്ചിരിക്കുന്ന ഓരോ സമയവും എന്താ പറയുക ചില്ലാവുക. നാളെ എന്താണെന്നുള്ളത് അറിയില്ലല്ലോ, അപ്പോൾ ഉള്ള സമയം അങ്ങോട്ട് അടിച്ച് പൊളിക്കല്ലേടി സെറ്റ്. നമ്മുടെ മെയിൻ കോഴ്സ് ഫ്രൈഡ് റൈസും ചിക്കനും. ഇതെന്താണ് കോളിഫ്ലവറിന് എന്തോ റൈറ്റാണ്, ഡ്രൈ കോളിഫ്ലവർ ഐറ്റം അങ്ങനെ എന്തോ റൈറ്റാണ്. കഴിക്കാനുള്ള ശേഷമൊന്നുമില്ല, എന്നാലും കഴിക്കുക. എന്താ കഴിക്കുക? ഒരു ആവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടാണ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇനി എന്താ ചെയ്യുക, പാഴ്സൽ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും. ഫുഡ് വേസ്റ്റ് ചെയ്തതാണല്ലോ, അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ച് ഇനി ഇങ്ങനത്തെ കുൽസിത പ്രവർത്തികൾക്ക് ഇങ്ങനെ നമ്മൾ 10 ആളെ കൂട്ടി വരും ഇത് കഴിക്കാൻ ഇനി മുതൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമും കഴിച്ചു. നമ്മൾ മുഴുവൻ കഴിച്ചിട്ടൊന്നുമില്ല, ബാക്കിയുള്ളത് ഫുള്ള് പാഴ്സലെടുത്തു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇവിടെ എണീക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതായിരുന്നു അത്ര ഇഫ്താർ. ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ രണ്ടുപേരും അത്ര ഫുഡീസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല, കുറച്ച് മാത്രം കഴിച്ചു. അങ്ങനെ പാമ്പ് ഇരവഴങ്ങിയ അവസ്ഥയാണ് കേട്ടോ. കുറേ ഫുഡ് ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും അത്ര ഫുഡീസ് അല്ലാത്തതുകൊണ്ടും അത്ര ഫുഡ് നമുക്ക് വേണ്ടാത്തതുകൊണ്ടും ഒരു ആവേശത്തിൻ്റെ പുറത്തിറങ്ങി തിരിച്ചതുകൊണ്ടും അത്ര കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ പാഴ്സലെടുത്തു വീട്ടിൽ കൊണ്ട് കൊടുക്കാം, വെറുതെ ഫുഡ് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇതായിരുന്നു ഇഫ്താർ. നല്ല രസമായിരുന്നു, വെറുതെ വൈബിന് വേണ്ടി ഇറങ്ങിയതാണ്. എന്തായാലും നന്നായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ബൈ.